ഒന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം, അതിൻ്റെ 1-ാം അധ്യായത്തിൽ 15-ഉം 16-ഉം വാക്യങ്ങൾ. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. എന്നിട്ട് പറയാണ്, ഞാൻ വിശുദ്ധൻ ആകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. അപ്പൊ വിളിച്ചത് തന്നെ വിശുദ്ധനാണ് നമ്മളെ വിളിച്ചത്. ദൈവത്തിൻ്റെ ഒത്തിരി ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് മേഴ്സിഫുൾ, ഗോഡ് ഈസ് ഗ്രേഷ്യസ്. ദൈവം കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്, ദൈവം സ്നേഹമാണ്. ഒത്തിരി ആട്രിബ്യൂട്ട്സ് ഉണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അവർ ഗാഡ് ഈസ് എ ഹോളി ഗാഡ്. നമ്മൾ മറക്കാൻ പാടില്ലാത്തതായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ പിന്തുടരുന്നവനായ ദൈവം ഒരു വിശുദ്ധ ദൈവമാണ്. ഈ കാലയളവിൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ള സന്ദേശമാണ് വിശുദ്ധിയുടെ സന്ദേശം. ആഫ്രിക്കയിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനവരെ ആ രീതിയിൽ അങ്ങ് കുറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. ആഫ്രിക്കയുടെ കാര്യമൊക്കെ പറയുമ്പം ഞാൻ അവിടെ ഏത് മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാലും പുതുതായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കും, ഇന്ന് രാവിലെ വേദോസം വായിച്ചവരൊക്കെ കൈവക്കാൻ പറയും. മിക്കവാറും ആരും കാണത്തില്ല. അങ്ങനെ പലയിടത്ത് പറഞ്ഞ ജെസ്സി കേട്ടിട്ട് ജെസ്സി എന്നോട് പറഞ്ഞു, എന്തിനായി പാവം പിടിച്ച ആഫ്രിക്കക്കാരെ പറയുന്നത്? നിങ്ങൾ കുമ്പനാട് ഹെബ്രോണിൽ ചെന്ന് ചോദിച്ചാലും പുനലൂർ അസംബ്ലീസ് ഓഫ് ഗോഡിൽ ചെന്ന് ചോദിച്ചാലും മുളക്കുഴ ചർച്ച് ഓഫ് ഗോഡിൽ ചെന്ന് ചോദിച്ചാലും തിരുവല്ല ശാലോനിൽ ചെന്ന് ചോദിച്ചാലും ഒത്തിരി എണ്ണം വായിക്കാത്ത കാണും. വായിച്ചോടെ നമ്പർ കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് പാവം പിടിച്ച ആഫ്രിക്കക്കാരെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല. പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ വന്ന് എല്ലായിടത്തും ഒരുപോലെ ബാധകമായിരിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. ഞാൻ അവരോട് പറയും, നമ്മുടെ ഒരു വലിയ പ്രോബ്ലമാണ് നമ്മുടെ പ്രസംഗങ്ങളിൽ വിശുദ്ധിയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ ആഫ്രിക്കയിലൊക്കെ ഇല്ലയെന്ന് തന്നെ പറയാം. നമ്മുടെ ഇടയിലും അത് കുറഞ്ഞു വരികയാണ്. ഇല്ലെന്ന് ഞാൻ തീർത്തു പറയുന്നില്ല, പക്ഷേ അത് കുറഞ്ഞു വരികയാണ്. പക്ഷേ ഇവിടെ ഈ എബ്രായ ലേഖനത്തിൽ മാത്രമല്ല, പത്രോസിൻ്റെ ലേഖനത്തിലും മറ്റു പല ലേഖനങ്ങളിലും കാണുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധിയെക്കുറിച്ചുള്ള വലിയ ഒരു എക്സോട്ടേഷൻ എല്ലായിടത്തും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ എഴുതിയിരിക്കുന്നത്, നമ്മൾ 1 പത്രോസിൻ്റെ ലേഖനത്തിൽ അതിൻ്റെ നമ്മൾ വായിച്ച വേദഭാഗത്ത് തന്നെ 15-ാമത്തെ വാക്യത്തിൽ, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. അതാണ് നമ്മളോടുള്ള എക്സോട്ടേഷൻ എന്ന് പറയുന്നത്. ഒന്ന്, നമ്മളെ വിളിച്ചവൻ വിശുദ്ധനാണ്. വി ആർ കോൾഡ് ബൈ എ ഹോളി ഗാഡ്. നമ്മുടെ ദൈവം കരുണയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, നമ്മുടെ ദൈവം കൃപയുള്ളവനാണ്. ദീസ് ആർ ഓൾ ട്രൂ. ബട്ട് ഇതിൻ്റെ എല്ലാം മുകളിൽ അവൻ വിശുദ്ധനാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഇല്ലാതെ പോകരുത്. ചിലപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ദൈവം കരുണയുള്ളവനാ ബ്രദറെ, അല്ലെങ്കിൽ കൃപയുള്ളവനാ. ഇപ്പോൾ ഒന്ന് കൃപ ഒത്തിരി അങ്ങ് ഇതായിട്ട് എംഫസൈസ് ചെയ്ത് പറയുന്ന ആൾക്കാരുണ്ട്. ദൈവം കൃപയുള്ളവനല്ലേ, അതുകൊണ്ട് നമ്മളിപ്പോൾ പാപം ചെയ്താലും കുഴപ്പമില്ലെന്ന് പറയുന്നവർ വരെയുണ്ട്. കാര്യം കൃപയായതുകൊണ്ട് നമ്മൾ പാപം ചെയ്താലും കുഴപ്പമില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം കൃപയുള്ളവനാണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ടതാണ് ദൈവം വിശുദ്ധനാണ് എന്നുള്ളത്. യെശയ്യാവിൻ്റെ ദർശനം 6-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനത് വായിക്കുന്നില്ല. അവിടെ യഹോവയുടെ മുമ്പാകെ നിന്ന് സെറാഫുകൾ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ആർക്കുമ്പോൾ പ്രവാചകനായ യെശയ്യാവ് പറയാണ്, അയ്യോ ഞാൻ നശിച്ചു, വോ ഓൺ ടു മീ, ഐ ആം അൺഡൺ. അത് പറയാൻ കാര്യം എന്താ? യെശയ്യാവിന് തന്നെ സംശയം, ഞാൻ ഉണ്ടോ എന്ന്. ഐ ആം അൺഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചോദ്യം ഞാൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. കാരണം ആരാ ഈ പറയുന്നത് ഹോളി 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 എന്ന്? സെറാഫുകളാണ്. സെറാഫുകൾ സ്പിരിച്വൽ ബീയിങ്സ് ആണ്, ആത്മജീവികളാണ്. അവരാർക്കുന്ന ശബ്ദത്തിൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടികൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ചില്ലറ പാർട്ടികളല്ല. അവരുടെ ശബ്ദത്തിൽ ആലയം കുലുങ്ങി എന്ന് പറയുന്നത്. ആലയത്തിൻ്റെ ഉമ്മരപ്പടികൾ കുലുങ്ങി. ഞാനിവിടെ എത്ര ശബ്ദം ഉണ്ടാക്കിയാലും ഇതിൻ്റെ അടിസ്ഥാനമൊന്നും കുലുങ്ങാനൊന്നും പോകുന്നില്ല.
പിന്നെ ഇവിടെങ്ങും പുകയും വരികയില്ല. അതിന് പിന്നെ സ്മോക്ക് മെഷീനൊക്കെ വേണം. ഇപ്പോഴത്തെ പാട്ടുകാർ പിള്ളേർക്കൊക്കെ എന്തുവാണ് ഇങ്ങനെ പുകയൊക്കെ ചാടി വരുന്ന കാണാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്നതൊന്നുമല്ല, ഉണ്ടാക്കുന്നതാ. അപ്പൊ പുക ഉണ്ടാക്കുന്ന കാര്യമല്ല. ഇവര് പ്രസംഗിച്ചപ്പം അല്ലെങ്കിൽ ഇവര് കർത്താവിനെ സ്തുതിച്ചപ്പോൾ അവർ നേരത്തെ ഒരു സ്മോക്ക് മെഷീനൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടൊന്നും അല്ല. അത്രയ്ക്കും ശക്തന്മാരായ സറാഫുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ അവരുടെ ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് അവർ പാദം മൂടി, 2 കൊണ്ട് പറന്നു. എന്താ മുഖം മൂടാൻ കാര്യം? പലപ്പോഴും നമ്മൾ അതിശക്തമായ വെളിച്ചത്തിന്റെ മുമ്പിലേക്ക് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മുഖം അങ്ങ് മൂടും ഓട്ടോമാറ്റിക്കായിട്ട്. എന്നു വെച്ച് കഴിഞ്ഞാൽ ആ വെളിച്ചത്തെ കാണുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകൾക്ക് ശക്തിയില്ല. ഒരു സാധാരണ വെളിച്ചത്തിൽ ഇത് സറാഫുകൾക്ക് ദൈവത്തിന്റെ പ്രകാശത്തിന്റെ മുമ്പിൽ മുഖമുയർത്തി നോക്കുവാൻ കഴിയാതെ വണ്ണം വിശുദ്ധനായ ദൈവം 2 ചിറകുകൾ കൊണ്ട് അവർ ദേഹം മറച്ചു. നമ്മൾ തീയുടെ അടുത്തൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൈപൊത്തുമല്ലോ എന്നതുപോലെ ദൈവത്തിന്റെ അടുത്തോട്ട് അവർക്ക് അടുക്കാൻ കഴിയുന്നില്ല. തന്നെയല്ല, ദൈവ സാന്നിധ്യത്തിൽ അവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല, അവർ പറക്കുകയാണ്. ഇത് കണ്ടപ്പോഴാ യെശയ്യാവ് പറയുന്നത്, അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ മധ്യേ വസിക്കുന്നു. കാരണം സറാഫുകൾക്ക് നോക്കാൻ വയ്യാത്തവനായ ദൈവം, സറാഫുകൾക്ക് അടുക്കാൻ കഴിയാത്തവനായ ദൈവം, സറാഫുകൾക്ക് അവന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ദൈവത്തെ ഞാൻ കണ്ടല്ലോ, ഞാൻ ആരാ? അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ. അവൻ ആ ദൈവ ദർശനം ഉണ്ടായപ്പോൾ, എന്ത് ദർശനം? ദൈവത്തിന്റെ ഹോളിനെസിനെ കുറിച്ചുള്ള ദർശനം ഉണ്ടായപ്പോൾ, വിശുദ്ധിയെക്കുറിച്ചുള്ള വെളിപ്പാടുണ്ടായപ്പോൾ അവൻ ആഴമായ അനുതാപമുണ്ടായി. അവൻ ദൈവത്തിന്റെ പ്രകാശത്തിൽ അവനെ കണ്ടു. നമ്മളൊക്കെ മറ്റുള്ളവരുടെ പ്രകാശത്തിലാണ് നമ്മളെ കാണുന്നത്. എന്താണെങ്കിലും ഞാൻ സൂസിയേക്കാൾ ബെറ്റർ ആണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ മാത്തുക്കുട്ടി അങ്ങനെയൊക്കെ കാണിച്ചു, ഞാൻ അങ്ങനൊന്നും കാണിക്കത്തൊന്നുമില്ല. നമുക്ക് സൂസിയും മാത്തുക്കുട്ടി, ഞാൻ ചുമ്മാ 2-3 പേര് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ സൂസിയുടെ പ്രകാശത്തിലും മാത്തുക്കുട്ടിയുടെ പ്രകാശത്തിലൊക്കെ നമ്മളെ കാണുമ്പോൾ യെശയ്യാവ് കണ്ടത് ദൈവത്തിന്റെ പ്രകാശത്തിൽ അവനെ കണ്ടു. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നമുക്കും ആവശ്യമുള്ളത് ഈ വിശുദ്ധ ദൈവത്തിന്റെ ദർശനമാണ്. ദൈവം വിശുദ്ധനാണെന്നുള്ള തിരിച്ചറിവാണ്. ആ വെളിച്ചത്തിൽ നമ്മൾ നമ്മളെ കാണുമ്പോഴാണ് നമ്മൾ എത്ര അശുദ്ധരാണ് എന്നുള്ളത് നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എത്ര കുറവുള്ളവരാണ് എന്ന് നമ്മൾ അറിയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിവില്ലാത്തവരാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം ദൈവത്തിന് കരുണയുണ്ട്. യെശയ്യാവിനോടും കരുണ കാണിച്ചു. യെശയ്യാവിനോട് കരുണ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അനുതപിച്ചു, അവൻ കരഞ്ഞു, അവന് പാപബോധമുണ്ടായി. ഞാൻ പാപിയാണ്, അല്ലെങ്കിൽ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ എന്ന് അവൻ പറഞ്ഞപ്പോൾ, പാപം ഏറ്റുപറയുന്നവന് അവരോടാണ് ദൈവത്തിന് കരുണയുള്ളത്. അഹങ്കാരികളോടൊന്നും അല്ല ദൈവത്തിന് കരുണയുള്ളത്. അവൻ പാപം ഏറ്റുപറഞ്ഞപ്പോൾ അടുത്തത് നമ്മൾ കാണുന്നത്, സറാഫുകളിൽ ഒരുത്തൻ അവൻ കൊടിൽ കൊണ്ട് ഒരു കനലെടുത്ത് യെശയ്യാവിൻ്റെ വായ്ക്ക് തൊട്ടു. ഇത് നിന്റെ അകൃത്യം നീക്കിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇതാണ് ശുദ്ധീകരണം. ദർശനം നല്ലതാണ്. യെശയ്യാവ് പറഞ്ഞില്ല, സറാഫുകൾ കണ്ട ദൈവത്തെ കണ്ടവനാ ഞാൻ, എൻ്റെ അടുത്ത് കളിക്കരുതെന്നൊന്നും പറഞ്ഞില്ല. ഇതങ്ങനെ ആർക്കെങ്കിലും ഒരു ദർശനം ഉണ്ടായിപ്പോയാൽ പിന്നെ അവർ ഭൂമിയിലൊന്നും അല്ല നിപ്പ്. പക്ഷേ ദർശനം കൂടുന്നതനുസരിച്ച് നമ്മൾ നമ്മളെ താഴോട്ടാണ് കാണുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ യോഗ്യതയില്ലാത്തവനെന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ ആ ദൈവത്തെ കണ്ടു. ദൈവം കരുണ തോന്നിയിട്ട് എന്താ കാണുന്നത്? ദൈവം അവനെ ശുദ്ധീകരിച്ചു. കരുണ തോന്നുമ്പോൾ സാരമില്ലടാ മോനെ,
നീ കരഞ്ഞല്ലോ, അത് മതി, വാ കേറി വാ എന്ന് പറഞ്ഞ് കയറ്റി വിടുകയല്ല. നമുക്ക് പലപ്പോഴും ഉള്ള ഒരു ചിന്തയുണ്ട്, പാപം ഏറ്റു പറഞ്ഞാൽ മതി, പിന്നെ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ കയറിപ്പോരെന്ന് ദൈവം പറയുമോന്നില്ല. അതിനിടയിൽ അത്യാവശ്യമുള്ള ഒരു കാര്യമുണ്ട്, അതാണ് ശുദ്ധീകരണം. അതും സ്വർഗത്തിന്റെ അഗ്നി കൊണ്ടുള്ള ശുദ്ധീകരണം ഇല്ലേ? ആ ശുദ്ധീകരണം പ്രാപിച്ച യെശയ്യാവിനോടാണ് ദൈവം പിന്നെ ഇടപെടുകയും അവനെ ഒരു ദൗത്യത്തിലേക്ക് പറഞ്ഞു വിടുന്നതും അവനെ ശുശ്രൂഷ പരമേൽപ്പിക്കുന്നത് അവൻ ശുദ്ധീകരണം പ്രാപിച്ചതിന് ശേഷമാണ്. അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ചവർക്കുള്ളതാണ് ശുശ്രൂഷ. സോ ഞാൻ പറയാൻ വന്ന ഒരു കാര്യം, വി ആർ കോൾഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അതൊത്തിരി ഉണ്ട്. ആ യെശയ്യാവിന്റെ പ്രവചനം പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. ഇവിടുത്തെ വാക്യം 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം. ആദ്യം നമുക്കുണ്ടാകേണ്ട ദർശനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയാണ്. ഗാഡ് ഈസ് എ ഹോളി ഗാഡ്. ഇതെല്ലാവർക്കും വേണം, പ്രവാചകനും വേണം. മറ്റുള്ളവരോട് അയ്യോ നിനക്ക് കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പ്രവാചകൻ പറയാ ഇപ്പൊ എനിക്ക് അയ്യോ കഷ്ടമാണ്. എന്തുകൊണ്ടാ? വിശുദ്ധനായ ദൈവത്തെക്കുറിച്ചുള്ളൊരു ദർശനം ഉണ്ടായത് കൊണ്ടാണ് അവന് മാനസാന്തരം ഉണ്ടായത്. അല്ലെങ്കിൽ അവൻ ചിന്തിച്ചേന് എനിക്ക് ശുശ്രൂഷയില്ലേ, പിന്നെ ഞാൻ എന്തിനാ കരയുന്നേ? പക്ഷെ ദൈവദർശനം ശരിയായിട്ടുണ്ടായാൽ അവൻ പാപബോധമുള്ളവനായി തീരും. നമ്മളെക്കുറിച്ച് തന്നെ മതിക്കുവാനൊന്നുമില്ലാത്ത ഒരവസ്ഥയുണ്ടാകും. അങ്ങനെ കരയുന്നവനെയാണ് ദൈവം ശുശ്രൂഷ പരമേൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തുവണ്ണം. വി ഹാവ് എ ഹോളി ഗാഡ്. വി ഹാവ് എ ഹോളി ഗാഡ്. നമുക്കൊരു വിശുദ്ധ ദൈവമുണ്ട്. ഞാൻ വിശുദ്ധനാകയാൽ, എൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അവർ ഗാഡ് ഈസ് എ ഹോളി ഗാഡ്. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. അപ്പൊ വി ഹാവ് എ ഹോളി കോളിംഗ്. നമുക്കൊരു വിശുദ്ധ ദൈവമുണ്ട്, നമുക്കൊരു വിശുദ്ധ വിളിയുണ്ട്. ആ വിളി നമ്മൾ കേൾക്കണം, വിശുദ്ധ വിളി. പലപ്പോഴും നമ്മളെയൊക്കെ പ്രശ്നം എന്നറിയാവും, നമ്മൾ ദൈവത്തിൽ അടുത്ത് ചെല്ലുന്നത് തന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. ഇന്നത്തെ വലിയ പ്രശ്നം ഇതാണ്. നിങ്ങൾ ഈ TV തുറന്നാലും പ്രസംഗങ്ങൾ കേൾക്കാൻ പോയാലും ഒക്കെ കേൾക്കുന്നതെല്ലാം പ്രിവിലേജസ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എബിപാസ്റ്റർ പ്രസംഗിക്കേണ്ട സ്ഥലത്ത് പ്രസംഗിച്ചപ്പോഴും ഞാൻ സൂമിലൂടെയും പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകത്തിലെ പ്രിവിലേജസ് എല്ലാം നമ്മൾ പ്രസംഗിക്കും. നിനക്കത് കിട്ടും, നിനക്കിത് കിട്ടും, ദൈവം നിന്നെ ഉയർത്തും, സമ്പന്നനാക്കും, അങ്ങനെ പ്രിവിലേജസ് എല്ലാം പ്രസംഗിക്കും. പക്ഷേ പ്രിവിലേജസ് മാത്രമല്ല നമുക്കുള്ളത്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ പ്രസംഗിക്കണം സഭയിൽ. കാര്യം പ്രിവിലേജസ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ വന്ന് ഇരുന്ന് എല്ലാം കിട്ടിയ ദൈവം ഒന്നും തരത്തില്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അത് ദൈവം പ്രോമിസ് ചെയ്ത കാര്യങ്ങളൊക്കെ ദൈവം തരുന്നത് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ദൈവത്തിന്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. നമ്മൾ ഇച്ചിരൊക്കെ അവിശ്വാസത കാണിച്ചാൽ പോലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. ദൈവത്തിന് തൻ്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയുകയില്ലല്ലോ. പക്ഷേ നിനക്ക് നന്നാകാൻ പറ്റത്തില്ല. ഇതൊക്കെ വാങ്ങിച്ചോണ്ട് എങ്ങോട്ട് പോകുമെന്നൂടെ ആലോചിച്ചോണ്ട്. അതുകൊണ്ട് ഇന്ന് സഭകളിൽ അനിവാര്യമായിരിക്കുന്നത് ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. വാട്ട് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി? ഇവിടെ പത്രോസ് പറയുന്ന ഇതാണ്, നിങ്ങളെ വിളിച്ച ദൈവം വിശുദ്ധ ദൈവമാണ്. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം. വി ഹാവ് എ ഹോളി ഗാഡ് ആൻഡ് വി ഹാവ് എ ഹോളി കോളിംഗ്. എൻ്റെ വിളി ഒരു വിശുദ്ധ വിളിയാണ്. ആ വിളിക്ക് തക്കവണ്ണം, വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. അപ്പൊ വിളി എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളാകാനാ വിളിച്ചിരിക്കുന്നത്. വി ആർ ഹോളി ചിൽഡ്രൻ. യു അണ്ടർസ്റ്റാൻഡ്? വി ഹാവ് എ ഹോളി ഗാഡ്, വി ഹാവ് എ ഹോളി കോളിംഗ്, ആൻഡ് നൗ വി ആർ ഹോളി പീപ്പിൾ ഓർ ഹോളി ചിൽഡ്രൻ. വിശുദ്ധ മക്കളാണ്, ആ വിശുദ്ധന്റെ മക്കളാണ് നമ്മൾ. ഇത് നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കണം.
ആ വിശുദ്ധനായ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. അത് നമ്മുടെ പ്രിവിലേജാ. പക്ഷേ ഉത്തരവാദിത്വം എന്താണ്? ആ വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. അതാണ് റെസ്പോൺസിബിലിറ്റി. മറ്റേത് പ്രിവിലേജാ. ദൈവം നമ്മളെ വിളിച്ചു, നമ്മളെ മക്കളാക്കി, അതെല്ലാം പ്രിവിലേജസ്, അതെല്ലാം ഉള്ളതാ. പക്ഷേ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി നമ്മൾ നടക്കുന്നത് ആ വിശുദ്ധന് ഒത്തവണ്ണം അവനെപ്പോലെ നടക്കണം. അവനെപ്പോലെ നമ്മൾ വിശുദ്ധിയിൽ നടക്കണം. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. എൻ്റെ കോളിങ് അതിനാ. നിങ്ങളെ എന്തിനാ വിളിച്ചത്? വിശുദ്ധ മക്കളായി വിശുദ്ധിയിൽ ജീവിക്കുവാൻ എന്നെ വിളിച്ചത് തന്നെ. എന്നെ വിളിച്ചത് വിശുദ്ധിക്ക് വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാതെ കുറെ കാശ് എനിക്ക് തരാനോ, ഒരു കാറ് തരാനോ, വീട് തരാനോ, നമുക്ക് ദൈവം കാറ് തരുന്നെങ്കിൽ ഓടിച്ചുകൊണ്ടൊക്കെ പൊക്കോ, സൂക്ഷിച്ചൊക്കെ വേണം. കിട്ടുന്നതെല്ലാം എൻ്റേതാണെന്നുള്ള ചിന്ത ഉണ്ടാകരുത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ഷെയർ ചെയ്യാൻ വേറെ പലരും നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ വിവാഹം കഴിച്ച് വന്നപ്പോൾ ഞാനും ജെസിയും, നമുക്ക് പലർക്കും അറിയാം, ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ അല്ലലറിഞ്ഞ് ജീവിച്ചതൊന്നുമല്ല. കഷ്ടപ്പെട്ട് അങ്ങനെയൊന്നും ജീവിച്ചതല്ല. ആവശ്യത്തിനൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അത് പറയാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ജെസിയോട് പറഞ്ഞു, ജെസി, നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട്, ഒരു പക്ഷേ ദൈവം നമുക്ക് കൂടുതൽ തന്നിരിക്കും. കൂടുതൽ തരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് വേറെ ചിലർക്ക് കൊടുക്കാനുള്ളത് നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പോസ്റ്റ്മാനെ പോലെ അത് ചെല്ലേണ്ടവർക്ക് ചെല്ലണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് നമ്മളെ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുകയാണ്. അത് സമ്പത്തായിക്കോട്ടെ, വീടായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ദൈവം ഫലമേൽപ്പിക്കുന്നതിൻ്റെ നല്ല കാര്യവിചാരകന്മാര് ആയിരിക്കണം നമ്മൾ. അല്ലാതെ എൻ്റേത് 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 എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിവെക്കുവാനുള്ളതല്ല. ആവശ്യത്തിന് കൂട്ടിവെച്ചാൽ പോലും ആ കൂട്ടിവെക്കുന്നത് ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകും. പ്രിവിലേജസ് ഉപയോഗിച്ചോളൂ, പക്ഷേ റെസ്പോൺസിബിലിറ്റി മറക്കരുത്. അടിസ്ഥാനപരമായി എന്നെക്കുറിച്ചുള്ള റെസ്പോൺസിബിലിറ്റി അടിസ്ഥാനപരമായി ഞാൻ വിശുദ്ധനായി ജീവിക്കണം എന്നുള്ളതാണ്. വിശുദ്ധനായി ജീവിക്കണം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. So we have a holy God, we have a holy people. Now we have a holy God, we have a holy calling, and now we are holy people or holy children. ഇനി മുന്നോട്ട് ആലോചിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്വം വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ആ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള റിസോഴ്സസും തരുന്നത് ദൈവമാണ്. അതെന്താണ്? ഈ വിശുദ്ധിയിൽ ജീവിക്കാൻ പറഞ്ഞിട്ട് പറയുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ, അതായത് വിശുദ്ധ ദൈവം വിശുദ്ധ വിളിയാൽ വിളിച്ച് വിശുദ്ധ ജനമാക്കിയവർ പിന്നെല്ലാം ഹോളി അവന്റെ ജീവിതത്തിൽ. അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാൻ വി ഹാവ് ഹോളി സ്ക്രിപ്ചർ, വിശുദ്ധ തിരുവചനം അവൻ നൽകിയിരിക്കുന്നു. വി ഹാവ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആത്മാവിനെ അവൻ നൽകിയിരിക്കുന്നു. സോ ദാറ്റ് വി മേ ലിവ് എ ഹോളി ലിവിങ്. അങ്ങനെയുള്ളവർക്ക് ദൈവം ഒരു ഹോളി മിഷൻ നൽകുന്നു. ഹോളി മിഷൻ. ഹോളി മിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ച് പറഞ്ഞു വിട്ടാൽ പൊക്കോ. പക്ഷേ മിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വിദേശ രാജ്യം അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുന്നത് മാത്രമൊന്നുമല്ല. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുമെല്ലാം നമുക്കൊരു ദൗത്യമുണ്ട്, ഒരു മിഷനുണ്ട്. എൻ്റെ വീട്ടിൽ എനിക്കൊരു മിഷനുണ്ട്, എൻ്റെ നാട്ടിൽ എനിക്കൊരു മിഷനുണ്ട്, എൻ്റെ സമൂഹത്തിൽ എനിക്കൊരു മിഷനുണ്ട്, എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ എനിക്കൊരു മിഷനുണ്ട്. ദാറ്റ് ഈസ് എ ഹോളി മിഷൻ. സോ വി ഹാവ് എ ഹോളി ഗോഡ്, വി ഹാവ് എ ഹോളി കോളിംഗ്, വി ആർ ഹോളി ചിൽഡ്രൻ, ആൻഡ് ടു ലിവ് എ ഹോളി ലൈഫ് God has given us holy scripture and holy spirit so that we may live a holy living. ഞാൻ പറഞ്ഞത് എല്ലാം ഹോളിയാണ്. We have a holy mission. അങ്ങനെ ഒരു ഹോളി ലിവിങ് നടത്തുമ്പോൾ
ഏറ്റവും ഒടുവിൽ നമ്മൾ വി റീച്ച് ഇൻ എ ഹോളി സിറ്റി. ആത്യന്തികമായി നമ്മൾ ഒരു വിശുദ്ധ നഗരത്തിലേക്ക് പോകുകയാണ്. ആൻഡ് വി വിൽ ലിവ് വിത്ത് അവർ ഹോളി ബ്രൈഡ്ഗ്രൂം. വിശുദ്ധനായ എൻ്റെ പ്രിയതമനോട് ചേർന്ന് ആ ഹോളി സിറ്റിയിൽ ഞാൻ യുഗാനുയുഗങ്ങൾ വാഴുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 21 അധ്യായം വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ പറയുന്നത് ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ ഹോളി സിറ്റി ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. വിശുദ്ധ ദൈവം വിശുദ്ധ വിളിയാൽ വിളിച്ച് വേർതിരിച്ച വിശുദ്ധ ജനം വിളിച്ചത് തന്നെ വിശുദ്ധിക്കായിട്ടാണ് എന്നാണ് നമ്മൾ കാണുന്നത്. 2 തീമോഥെയോസിന്റെ ലേഖനം അതിൻ്റെ 1 അധ്യായം അതിൻ്റെ 9 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു. വിശുദ്ധ വിളി കൊണ്ട്. നമ്മൾ എഫേസ്യ ലേഖനത്തില് അതിൻ്റെ 1 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ വായിക്കുന്നത്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ അവനിൽ തെരഞ്ഞെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ ലക്ഷ്യമുണ്ട്. എന്തിനു വേണ്ടിയാണ്? നമ്മളെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണ്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനൊരു കാര്യമുണ്ട്. 4 വാക്യത്തിൽ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. സോ എന്നെ ദൈവം തെരഞ്ഞെടുത്തത് തന്നെ, ഐ ആം ചോസൻ ഫോർ ഹോളിനെസ്. ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ എന്നെ വിളിച്ചത് തന്നെ. എൻ്റെ വിളിയുടെ ഉദ്ദേശ്യം തന്നെ വിശുദ്ധ വിളി കൊണ്ടാണ് വിളിച്ചത്. പക്ഷേ എന്തിനു വേണ്ടിയാണ്? അവൻ്റെ സന്നിധിയിൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാണ് നമ്മളെ അവൻ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധ വിളിയുടെ ലക്ഷ്യം നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാണ്. അങ്ങനെ വിളിക്കപ്പെട്ടവരാണ് വിശുദ്ധ ജനം. റോമാലേഖനത്തിൽ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്ന അതിൻ്റെ 1 അധ്യായത്തിന് 3 വാക്യത്തിൽ, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. അപ്പൊ വിളിക്കപ്പെട്ട നമ്മളൊക്കെ ആരാണ്? വിശുദ്ധന്മാരാണ്. ആ വിശുദ്ധിയിൽ നമ്മൾ തുടർന്ന് ജീവിക്കണം. പക്ഷേ when God called us, he called us for holiness, but he calls us holy people. നമ്മൾ വിശുദ്ധരാണ്, പക്ഷെ ഇത് മതിയെന്നല്ല. അങ്ങനെ വിശുദ്ധന്മാരായി വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെ വീണ്ടും വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. കാര്യം അതുകൊണ്ട് നമ്മൾ പറയുന്നത് വിശുദ്ധിക്കായി വിളിക്കപ്പെട്ടവർ എന്ന വാക്ക് ഉപയോഗിക്കുന്നതാണ്. വിശുദ്ധിക്കായി വിളിക്കപ്പെട്ടവരാണ്. ആ വിശുദ്ധിയിൽ നമ്മൾ വളരണം. ആ വിശുദ്ധിയിൽ എനിക്കൊരു വളർച്ച ഉണ്ടാകണം. അതാണല്ലോ നമ്മൾ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ, സാൽവേഷനെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ള കാര്യമുണ്ട്. വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. നീതീകരിക്കപ്പെട്ടവനെ ദൈവം കണക്കാക്കുന്നത് വിശുദ്ധൻ എന്ന് തന്നെയാണ്. പക്ഷെ അവൻ വീണ്ടും വിശുദ്ധിക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വിളിച്ച് നമ്മളെ അവൻ നീതീകരിച്ചു. വി ആർ കോൾഡ് ബൈ ഗാഡ് ആൻഡ് വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. ദാറ്റ് ഹാപ്പൻസ് ഇൻ 1 minute. ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് നീതീകരണം എന്ന് പറയുന്നത്. എപ്പോൾ നമ്മൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ നേടിയെടുത്ത ആ രക്ഷ യേശുവിനെ ധരിച്ചുകൊണ്ട് നമ്മളെ രക്ഷ സ്വന്തമാക്കുമ്പോൾ യേശു എന്നെ പൊതിഞ്ഞു നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ വിശുദ്ധനാകുന്നത്. പിന്നെ ദൈവം എന്നെ നോക്കുന്നത് യേശുവിനെ നോക്കുന്നത് പോലെയാ. അതിൻ്റെ അടുത്ത് ഇനി എന്തെങ്കിലുമൊക്കെ തോന്നിയവാസം കാണിക്കാവുന്നല്ല.
പക്ഷേ നീതീകരണം ഒരു നിമിഷം കൊണ്ട് നടന്നതാണ്. ജസ്റ്റിഫിക്കേഷൻ ഹാപ്പൻ ഇൻ വൺ മൊമെന്റ്. പക്ഷെ അന്നേരം മുതൽ അടുത്തത് എന്താണെന്നറിയാമോ? വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ് സാങ്ക്ടിഫിക്കേഷൻ. ജസ്റ്റിഫിക്കേഷൻ ഹാപ്പൻസ് ഇൻ 1 minute, ബട്ട് സാങ്ക്ടിഫിക്കേഷൻ ഹാപ്പൻസ്, ഇറ്റ്സ് എ പ്രോസസ്. ഓരോ ദിവസവും നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാങ്ക്ടിഫിക്കേഷൻ ഇറ്റ്സ് എ പ്രോസസ്. ഇപ്പൊ നമ്മൾ ആ പ്രോസസ്സിലാണ്. വെൻ യു റിസീവ് ജീസസ്, you are justified by faith, and now we are on the process of sanctification. വിശുദ്ധീകരണത്തിന്റെ പാതയിൽ നമ്മൾ സഞ്ചരിക്കുകയാണ്. നമ്മൾ 1000 മീറ്റർ ഓടാനുള്ള ഒരു ഓട്ടക്കളത്തിലേക്ക് കയറി, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കയറി കാല് വെച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഓട്ടക്കാരനാണ്, അല്ലേ? ഓട്ടക്കാരൻ എന്നാ പറയുന്നത്. നോക്കി നിൽക്കുന്നവനെ ഓട്ടക്കാരൻ എന്ന് പറയത്തില്ല. പക്ഷേ ഈ ഓട്ടക്കളത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവൻ ഓട്ടക്കാരനാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം അവൻ ടാർഗറ്റ് പോയിന്റിൽ വന്നെന്നല്ല. ടാർഗറ്റ് പോയിന്റ് 1000 മീറ്റർ അപ്പുറത്താണ്. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? ആ കർത്താവ് എന്നെ വിളിച്ചു, ഞാനിവിടെ നിൽക്കുക. ചിലപ്പം ടാർഗറ്റ് പോയിന്റ് ഇങ്ങോട്ട് വരുമായിരിക്കും. ഇന്ന് പലരും പറയുന്നത് ടാർഗറ്റ് പോയിന്റ് ഇങ്ങോട്ട് വരണമെന്നാണ്. നീ ഇവിടെ നിന്നാ മതി, കർത്താവ് നിന്നെ വിശുദ്ധീകരിച്ചോളൂ, അതൊക്കെ കർത്താവ് ചെയ്തോളൂ, നീ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കണ്ട. അങ്ങനെയല്ല. ഓട്ടക്കളത്തിൽ ഓടണം, മുന്നോട്ട് പോകണം. ഒരു ദിവസം കൊണ്ട് നമ്മൾ ടാർഗറ്റ് പോയിന്റിൽ എത്തി എന്ന് പറയാൻ കഴിയില്ല. ഒരു ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ ചെന്നെന്ന് പറയാൻ പറ്റില്ല. ഞാൻ SB കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു അപ്പച്ചൻ ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന ഒരു കോളേജിലെ പ്രൊഫസറാണ്. അദ്ദേഹം വളരെ വിശുദ്ധനായ ഒരു മനുഷ്യനാണ്. ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ വളരെ ദുഃഖിതനാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി അപ്പച്ച? കോളേജിൽ പഠിപ്പിച്ച് റിട്ടയർ ചെയ്ത ആളാ. എന്തു പറ്റി അപ്പച്ച? ഞാൻ യേശുവിനെ പോലെ ആയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എല്ലാം എനിക്ക് ഭയങ്കര സങ്കടമാ മോനെ. അന്ന് ഞാൻ ഇച്ചിരി കൂടെ ചെറുപ്പമായിരുന്നു, 18 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഓ, എനിക്ക് അങ്ങനെ സങ്കടമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഉടനെ അപ്പച്ചൻ, അതെന്താ മോനെ? മോൻ യേശുവിനെ പോലെ ആകണമെന്നല്ലേ ദൈവത്തിൻ്റെ ആഗ്രഹം? ഞാൻ പറഞ്ഞു, അതെ. എന്നിട്ട് മോൻ യേശുവിനെ പോലെ ആയോ? ഇല്ല. പിന്നെ എന്നാ സങ്കടമില്ലാത്തേ? പിന്നെ ഞാൻ പറഞ്ഞു, അപ്പച്ചാ, 10 നിലയുള്ള ഒരു കെട്ടിടം കയറണമെങ്കിൽ ചിലപ്പോൾ 10 മിനിറ്റ് എടുക്കും. 1 മിനിറ്റ് കഴിയുമ്പോൾ ഞാനങ്ങ് മോളിൽ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരയത്തൊന്നുമില്ല. എൻ്റെ നോട്ടം ഞാൻ കയറുകയാണോ എന്നാണ്. ഞാൻ കയറുകയാണെങ്കിൽ എനിക്കറിയാം ഒരു ദിവസം ഞാൻ അവിടെ ചെന്ന് ചേരും. ഞാൻ കയറുകയാണ്. അപ്പച്ചനത് ഭയങ്കര സന്തോഷമായി കേട്ടോ. നല്ല മനുഷ്യനാണ്, മരിച്ചുപോയി. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ പിശാച് തന്നെ വന്ന് പറയും, എന്തിനാടാ നീ വലിയ ഇതായിട്ട് പറയുന്നത്? നീ യേശുവിനെ പോലെ ആയോ? ഇല്ല, ഞാൻ യേശുവിനെ പോലെ ആയില്ല, പക്ഷേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചില പ്രീച്ചേഴ്സ് ഉണ്ട്, അവർ പറയുന്നത് ഒരിക്കലും നമുക്ക് അങ്ങനെ ആകാൻ കഴിയത്തില്ല. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായമൊക്കെ തന്നത് നമ്മൾ അനുസരിക്കാൻ വേണ്ടി അല്ലെന്ന് പറയുന്ന പ്രീച്ചേഴ്സ് ഉണ്ട്. അവർ പറയുന്നത് നിനക്കനുസരിക്കാൻ കഴിയത്തില്ല എന്ന് നിന്നെ കാണിക്കാൻ വേണ്ടി അത് എഴുതിയെന്നുള്ളതേ ഉള്ളൂ. അത് നിനക്കനുസരിക്കാനൊന്നും കഴിയത്തില്ല എന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ കേട്ട് നിങ്ങൾ അതിൻ്റെ പുറകെ പോകരുത്. വേദപുസ്തകത്തിൽ കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അനുസരിക്കാൻ വേണ്ടി തന്നെയാണ്. അല്ലാതെ എനിക്ക് അനുസരിക്കാൻ കഴിയത്തില്ലെന്ന് കാണിക്കാൻ നിന്നെ കൊണ്ടൊന്നും ഇതൊന്നും പറ്റത്തില്ല. ശരിയാ, മാനുഷിക രീതിയിൽ എനിക്കത് ചെയ്യാൻ കഴിയില്ല, അതിനേക്കാൾ ഞാൻ വരുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. വിശുദ്ധ ജീവിതം ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ നമുക്ക് നേടാൻ പറ്റിയില്ലെന്നിരിക്കും. പക്ഷെ ഒരിക്കലും അത് പറ്റില്ല എന്ന് പഠിപ്പിക്കുന്ന ടീച്ചിങ് ശരിയായ ടീച്ചിങ് അല്ല. പിന്നെ
നോക്കിക്കോണം. നിങ്ങൾ 5 മിനിറ്റ് ആയിട്ടും 1 മീറ്റർ പോലും ആയില്ലെങ്കിൽ പിന്നെ അവിടെ തന്നെ നിന്നാൽ, 10 മിനിറ്റ് ആയിട്ടും 10 മീറ്റർ പോലും ആയില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയോടുകൂടെ ഓടുവാൻ വീണ്ടും തീരുമാനമെടുത്ത് കർത്താവേ എന്നെ ശക്തീകരിക്കണമേ എന്ന് പറയണം. പക്ഷെ സാങ്ക്ടിഫിക്കേഷൻ ഈസ് എ പ്രോസസ്. അത് ഒരു ദിവസം കൊണ്ട് നടന്നില്ലെന്നിരിക്കും, പക്ഷെ അത് നടക്കത്തേയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ ആ പ്രോസസ്സിലാണ്. അങ്ങനെ ഓടി ഒരിക്കൽ നമ്മൾ തേജസ്സിലേക്ക് പ്രവേശിക്കും. ദാറ്റ് ഈസ് ഗ്ലോറിഫിക്കേഷൻ. ദാറ്റ് ഈസ് ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ. നീതീകരണത്തിൽ തുടങ്ങി വിശുദ്ധീകരണത്തിന്റെ പാതയിലൂടെ ഒടുവിൽ തേജസ്കരണത്തിൽ എത്തിച്ചേരുന്നതാണ് ക്രിസ്തീയ ജീവിതം. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിലേക്കുള്ള ഓട്ടത്തിലാണ് നമ്മൾ. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് എവിടെ വെച്ചെങ്കിലും എന്തെങ്കിലും പറ്റിയ ഉടനെ ഇവിടുത്തെ ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. പക്ഷെ വേറെ കാര്യമുണ്ട്, നീ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നീ ഓടി അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് നീ മരിക്കുകയോ വല്ലതും ചെയ്താലൊന്നും ദൈവം അത് കണക്കാക്കത്തില്ല. ദൈവം എന്ത് ചെയ്യും? നേരെ നിന്നെ തേജസ്സിലേക്ക് കൊണ്ടുപോകും. അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ ഓടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സമയത്ത് പൗലോസിനെ പോലെ പറയാൻ കഴിയുമെന്ന് എൻ്റെ ചിന്ത. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. തുടക്കത്തിൽ അങ്ങനെ പൗലോസ് പോലും പറഞ്ഞില്ലായിരിക്കാം. ഈ നമുക്കൊരു വലിയൊരു പ്രശ്നമുണ്ട്. ഈ പൗലോസിൻ്റെ വാക്കുകൾ പോലും ഏത് സമയത്താണ് പൗലോസ് പറഞ്ഞെന്നുള്ളത് നമ്മൾ പറയാറില്ല. എന്നോടൊരു അപ്പച്ചൻ ഈ കഴിഞ്ഞാളെ എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ നമ്മളെ കൊണ്ട് വല്ലതും വിശുദ്ധ ജീവിതം പറ്റുമോ? പൗലോസ് പോലും പറയുന്നത് ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടിരിക്കുന്നു. എന്താ പറയുന്നത്? ഞാൻ അരിഷ്ട മനുഷ്യൻ, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഇച്ഛിക്കുന്നതോ ഞാൻ പ്രവർത്തിക്കുന്നില്ല, ഞാൻ ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത്. പൗലോസിന് ജീവിക്കാൻ പറ്റിയില്ല, പിന്നാണോ നമ്മൾ? ഞാൻ പറഞ്ഞു, അപ്പച്ചാ എപ്പോഴാ പൗലോസ് ഇത് പറയുന്നത്? അത് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ പറഞ്ഞു, വേദപുസ്തകത്തിൽ എപ്പോഴാ പറഞ്ഞിരിക്കുന്നത്? അത് റോമാലേഖനത്തിൽ. ഞാൻ പറഞ്ഞു, റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് അത് പറഞ്ഞു. അത് പൗലോസ് ന്യായപ്രമാണം അനുസരിച്ച് നടന്ന കാലയളവിലെ അനുഭവമാണ് പറയുന്നത്. അത് നമ്മൾ നോക്കുന്നില്ല. ന്യായപ്രമാണം അനുസരിച്ച് നടന്നപ്പോൾ അവനെ സഹായിക്കാൻ പരിശുദ്ധാത്മാവില്ലായിരുന്നു. ആ സമയത്ത് അവൻ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു. പക്ഷേ അവനിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ 8-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്നറിയാമോ? റോമാലേഖനത്തിന്റെ 8-ാം അധ്യായം 7-ാം അധ്യായത്തിലാ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നൊക്കെ പറയുന്നത്. 8-ാം അധ്യായത്തിൽ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ചാകുന്നത് വരെ പൗലോസ് കരഞ്ഞോണ്ടിരിക്കുകയല്ലായിരുന്നു. യേശു ക്രിസ്തുവിലൂടെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 7-ാം അധ്യായത്തിൽ യേശുവിനെ അറിയുന്നതിന് മുമ്പ് ന്യായപ്രമാണം അനുസരിച്ച് നടന്ന പൗലോസ് പറയുന്ന വാചകങ്ങൾ യേശുവിനെ അറിയുന്ന നമ്മളെക്കുറിച്ച് കണക്കാക്കരുത്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാ പറഞ്ഞെന്നുള്ളതുകൂടെ നമ്മൾ നോക്കണം. നോക്കുക, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധരാകുവാനാണ്. അതൊരു പ്രോസസ്സാണ്. ആ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതാണ് സാങ്ക്ടിഫിക്കേഷൻ. വിശുദ്ധിക്കായി വിളിക്കപ്പെട്ട നാം വിശുദ്ധിയിൽ വളരണം. നമ്മുടെ വളർച്ച അത്യാവശ്യമാണ്. അതിന് ദൈവം നമുക്ക് അതിനാവശ്യമായ റിസോഴ്സസ് നൽകിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ റിസോഴ്സാണ് വിശുദ്ധ വചനം. അതായത് വിശുദ്ധിക്ക് വേണ്ടി വിളിക്കപ്പെട്ട നമ്മെ വിശുദ്ധിയിൽ വളർത്തുവാൻ വേണ്ടി ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ വിശുദ്ധിയിൽ മുന്നേറേണ്ടതിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്നതാണ്
വിശുദ്ധ വചനം. യോഹന്നാന്റെ ലേഖനത്തിൽ അതിൻ്റെ 17-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറയുന്ന കാര്യം, അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് സത്യത്താൽ പ്രാർത്ഥനയാണ്. പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം ആകുന്നു. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. അപ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? അവിശ്വാസികളെ കുറിച്ചല്ല. യേശു ഭൂമിയിലായിരുന്നപ്പോൾ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ കുറിച്ച് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, കർത്താവേ, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിട്ടുണ്ട്, നിന്റെ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അത് പോരാ, അവർ വിശുദ്ധിയിൽ വളരണം, അവർ വീണ്ടും വിശുദ്ധിയിൽ ജീവിക്കണം. അതിന് നിന്റെ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം ആകുന്നു. വചനത്താലാണ് വിശുദ്ധീകരണം നടക്കുന്നത്. വചനത്താൽ. ആ വചനം നമ്മളോട് എന്താണ് വിശുദ്ധി എന്ന് പഠിപ്പിക്കുന്നു. The Holy Scripture tells you what is holy life. ആ ഹോളി സ്ക്രിപ്ചർ വിശുദ്ധി എന്താണെന്ന് പഠിപ്പിക്കുമ്പോഴും നമുക്ക് ഒരു റിസോഴ്സ് കൂടെ കർത്താവ് അടിസ്ഥാനപരമായി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട്. വി ഹാവ് ബേസിക്കലി 2 ഫൗണ്ടേഷൻസ്. ജീസസ് ഈസ് അവർ ഫൗണ്ടേഷൻ, പക്ഷേ അവൻ്റെ വചനം അതുപോലെ ഫൗണ്ടേഷനാണ്. അതുകൊണ്ടാണല്ലോ കർത്താവ് പറയുന്നത് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 7-ാം അധ്യായത്തിൽ, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാകുന്നു. അടിസ്ഥാനം വചനമാണ്, യേശുവിൻ്റെ വചനം. യേശുവിൻ്റെ വചനത്താൽ അടിസ്ഥാനം. We have a holy God, we are holy people, but we are given holy scripture so that we may live a holy life. അടുത്ത അടിസ്ഥാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ദ ഹോളി സ്ക്രിപ്ചർ ടെൽസ് യു വാട്ട് ഈസ് ഹോളി ലൈഫ്. വിശുദ്ധ ജീവിതം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധ വചനമാണ്. എന്നാൽ ആ വചനം അറിയുമ്പോൾ അതിൽ നമ്മളെ നിലനിർത്തുകയും അതിൽ ജീവിക്കാൻ നമ്മളെ ശക്തരാക്കുകയും ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. വചനം നമ്മളെ വിശുദ്ധി എന്താണെന്ന് പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ആ വിശുദ്ധിയിൽ വളരുവാൻ ശക്തീകരിക്കുന്നു. ശക്തി, കംഫർട്ടർ എന്ന വാക്ക് ശരിക്കും സ്ട്രെങ്തനർ എന്ന് പറയുന്നതിന് തുല്യമായ ഒരു വാക്കാണ്. നമ്മളെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. അതായത് നമുക്ക് ശക്തിയില്ലാത്തപ്പോൾ, കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും, ഇല്ലേ? 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ് 15-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കൽപ്പനകൾ, അതിനാ വചനം തന്നിരിക്കുന്നത്. കൽപ്പന എന്താണെന്നുള്ളത് നമ്മൾ അറിയുന്നത് വചനത്തിലൂടെയാണ്. പക്ഷെ അത് അനുസരിക്കാൻ ചിലപ്പോൾ നമുക്ക് അത്രയും ശക്തി മാനുഷികമായി പോരാ. ഞാൻ പറഞ്ഞല്ലോ, ചില പ്രീച്ചേഴ്സ് പറയുന്നത് ഒരു കാലത്ത് ഇതൊന്നും അനുസരിക്കാൻ പറ്റുകയെന്ന് പറയുന്നുള്ളൂ. ഞാൻ പറയും, നമ്മുടെ മാനുഷിക ശക്തി കൊണ്ട് ഇത് അനുസരിക്കാൻ കഴിയുകയില്ല. പക്ഷെ അതിനാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മളെ കൈപിടിച്ച്, ഞാൻ നോർത്ത് ഇന്ത്യയിലെ മധ്യപ്രദേശിലെ 30 വർഷം മുമ്പാണ് അവിടെ പ്രവർത്തനം തുടങ്ങുന്നത്, ദമോയിൽ. അന്ന് ദമോയിലെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേരളം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നത്, മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് അവിടെ എപ്പോഴും ട്രെയിനിലാണ് യാത്ര. ട്രെയിനിലെ നോർമൽ കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര. പക്ഷെ അന്ന് ഈ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ അതൊക്കെ വലുതാകട്ടോ. അന്ന് ലിഫ്റ്റ് ഒന്നുമില്ല, സ്റ്റെയർ കേസ് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും പ്ലാറ്റ്ഫോമിൽ, അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വരുന്നതെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് റെയിൽവേ ട്രാക്കിൽ ഇറങ്ങി നടന്ന് അടുത്ത ട്രാക്കിൽ കയറണം. അതേ ഉള്ളൂ മാർഗം. റെയിൽ ക്രോസ് ചെയ്തതെന്നുള്ള നിയമമൊന്നും അവിടെ ഇല്ല. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാതെ വേറെ മാർഗം അവിടെ ഇല്ല. അപ്പം
നമ്മൾ ചെല്ലുമ്പോൾ മനസ്സിലാക്കുന്നു 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. ട്രെയിൻ വരുന്നത് 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ട്രെയിൻ വരുന്നു എന്ന് അവർ അനൗൺസ് ചെയ്യുന്നു. അന്ന് വലിയ അനൗൺസ്മെൻ്റ് ഒന്നുമില്ല. നമ്മൾ ചോദിച്ചോ പറഞ്ഞു ഇപ്പോൾ ട്രെയിൻ വരാറായെന്ന് പറയുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ പല മിഷൻ സ്റ്റേഷൻസിലൊക്കെ പോകുന്നതല്ലേ, അവർക്കൊക്കെ അതും ഇതൊക്കെ കൊടുക്കാനൊക്കെ എൻ്റെ കയ്യിൽ ലഗേജിൽ ഇതെല്ലാം ഉണ്ട്, ബാഗും ഒക്കെ ഉണ്ട്. ഈ ബാഗും ഒക്കെ ആയിട്ട് അത് പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ഞാനിങ്ങനെ നിരങ്ങി ഇറങ്ങും. എനിക്കാണെങ്കിൽ ആകെപ്പാടെ 5 അടി 5 ഇഞ്ച് ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ അടുത്ത പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ വരെ റെയിൽവേ ക്രോസിലൂടെ നടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് കാല് പൊക്കി കയറാൻ നോക്കുമ്പോഴാണ് എൻ്റെ കാലൊന്നും അവിടെയൊന്നും ചെല്ലത്തൊന്നുമില്ല. എന്തോ ചെയ്യും? അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, ഈ റെയിൽവേക്ക് പ്ലാറ്റ്ഫോം ഇച്ചിരി അങ്ങ് താത്തു പണിതാൽ എന്നാ. പക്ഷേ റെയിൽവേ പ്ലാറ്റ്ഫോം പണിതത് എൻ്റെ ഹൈറ്റ് നോക്കിയല്ല, ട്രെയിനിൻ്റെ ഹൈറ്റ് നോക്കിയാ. ഇതുപോലെ പലപ്പോഴും ദൈവിക കൽപ്പനകളൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതെന്തോ എന്നാ ഹൈറ്റാ, ഇതൊക്കെ ആർക്കാ അനുസരിക്കാൻ പറ്റുന്നത്? ദൈവത്തിന് ഈ സ്റ്റാൻഡേർഡ് ഇച്ചിരി ഒന്ന് കുറച്ചാലല്ല, അത് പറ്റില്ല. ദൈവത്തിന് അവൻ്റെ സ്റ്റാൻഡേർഡ് കുറയ്ക്കാൻ പറ്റില്ല. എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് കയറാനും പറ്റില്ല. അപ്പം ഞാനവിടെ നിൽക്കുക, എന്തോ ചെയ്യും? അപ്പോഴാണ് നല്ല ഹൈറ്റൊക്കെ ഉള്ള എ സ്ട്രോങ് മാൻ ഈസ് കമ്മിങ്. ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരിക. ഞാൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കണ്ടപ്പം അയാൾ ചോദിച്ചു, എന്താ വേണ്ടേ? കയറണമല്ലേ? കയറണം, ട്രെയിൻ വരാറായി, പക്ഷേ എനിക്ക് ഹൈറ്റ് ഇല്ല. അദ്ദേഹം പറയാ, അത് സാരമില്ല, എൻ്റെ കയ്യിലോട്ട് പിടിച്ചേ. എൻ്റെ കൈ ഞാൻ ആ വ്യക്തിയുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ എന്നെ വലിച്ചു പൊക്കിയെടുത്ത് പ്ലാറ്റ്ഫോമിൽ കൊണ്ട് നിർത്തിയേക്കുക. മതിയോ? സന്തോഷമായോ? അയ്യോ സന്തോഷമായി, വളരെ നന്ദി. ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ജോലി. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് ശക്തിയില്ലാത്ത സാഹചര്യത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു? അവൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്ന് പറയും, മോനെ നിനക്ക് കയറാൻ കഴിയില്ല, പക്ഷേ ഞാനുണ്ട് നിന്നെ ശക്തീകരിക്കുവാൻ. നിന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത യേശു കർത്താവ് എന്നെ അയച്ചിരിക്കുകയാണ്. പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്ന എന്തിനാണ്? നിന്നെ ശക്തീകരിക്കുവാൻ, കൽപ്പനകൾ അനുസരിക്കാൻ, നിന്നെ ശക്തീകരിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഹോളി സ്ക്രിപ്ചർ ടെൽസ് യു വാട്ട് ഈസ് ഹോളി ലൈഫ്. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് വചനം പറയുന്നു. പക്ഷേ അനുസരിക്കാൻ മാനുഷികമായി എനിക്ക് ശക്തിയില്ലാത്ത സാഹചര്യത്തിൽ, എന്നാൽ പിന്നെ അനുസരിക്കേണ്ടെന്നല്ല കർത്താവ് പറയുന്നത്. നമ്മളാൽ ആവോളമൊക്കെ, നമ്മൾ എപ്പോഴും പറയുമല്ലോ എല്ലാം ഒന്നും പറ്റത്തില്ല, പിന്നെ നമ്മളാൽ ആവോളമൊക്കെ അല്ല, നമ്മളാൽ ആവത്തേയില്ല. പക്ഷേ കർത്താവിന് കഴിയും, പരിശുദ്ധാത്മാവിന് കഴിയും. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിച്ച് നമ്മളെ മുകളിലേക്ക് കയറ്റി നിർത്തുന്ന ഒരനുഭവം. അങ്ങനെ മാത്രമേ വിശുദ്ധീകരണത്തിൽ, അതായത് ശുദ്ധീകരിക്കപ്പെടുവാൻ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു, പക്ഷെ അതോടൊപ്പം പരിശുദ്ധാത്മാവും നമ്മളെ ശക്തീകരിക്കുന്നു. വചനം ശുദ്ധീകരിക്കുന്നു, പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുന്നു. വചനം പറഞ്ഞു തരുന്നു എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന്. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് 1 തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ അതിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. കൃത്യമായിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്. നമ്മളെല്ലാം പറയുമല്ലോ, കർത്താവേ നിന്റെ ഇഷ്ടം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. എന്താ? അങ്ങനെ പോലും പ്രാർത്ഥിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കർത്താവേ എൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് ഞാൻ അങ്ങോട്ട് പറയാം, ഇതൊക്കെ നീ അങ്ങ് ചെയ്തു തരണം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ യാക്കോബിൻ്റെ പ്രാർത്ഥനയാ ഇന്നത്തെ പെന്തിക്കോസുകാരൻ്റെ പ്രാർത്ഥന. യാക്കോബ് പ്രാർത്ഥിച്ചു തന്നെ, ഞാൻ പോകുന്ന ഈ വഴിയിൽ നീ എന്നോടുകൂടെ ഇരിക്കുകയും എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രം നൽകുകയും എന്നെ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ സൗഖ്യത്തോടെ മടക്കിക്കൊണ്ടുവരികയും ചെയ്യുമെങ്കിൽ നീ എനിക്ക് ദൈവമായിരിക്കും. അതായത് ഞാൻ പോകുന്ന ഈ വഴിയിൽ എൻ്റെ വഴിയെ നീ വന്നോണം, ഞാൻ ചോദിക്കുന്നതെല്ലാം തന്നോണം, പിന്നെ ആരോഗ്യത്തോടെ എന്നെ സൂക്ഷിച്ചോണം. അവസാനം ഒരു 80 വയസ്സൊക്കെ ആകുമ്പോൾ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എന്നെ മടക്കി കൊണ്ടുവരണം. പിന്നെ എനിക്ക് ദൈവമേ എന്നുള്ള ചിന്തയേ ഉള്ളൂ. അതാ പെന്തിക്കോസുകാരൻ്റെ ഇന്നത്തെ പ്രാർത്ഥന. ഞാൻ പോകുന്ന എൻ്റെ വഴിയെ നീ വന്നോണമെന്ന്.
പ്രിയമുള്ളവരെ, നമ്മുടെ വഴിയെ ദൈവത്തെ കൊണ്ടുപോകുന്നതിനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വഴിയെ ഞാൻ പോകുന്നതിനാണ്. ആ വഴിയാണ് ചോദിക്കേണ്ടത്. കർത്താവ്, എന്താണ് നിന്റെ വഴി? എന്താണ് നിന്റെ ഇഷ്ടം? കർത്താവ് പറയുന്നു, എൻ്റെ ഇഷ്ടം നിന്റെ ശുദ്ധീകരണമാണ്. വാട്ട് ഐ ആം ആസ്കിങ് ഫ്രം യു ഈസ് എ ഹോളി ലൈഫ്. ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് പൈസയല്ല, ആരോഗ്യമല്ല, ഒന്നുമല്ല. ദൈവം നമ്മളിൽ നിന്ന് അടിസ്ഥാനപരമായി ആവശ്യപ്പെടുന്നത് നമ്മുടെ വിശുദ്ധിയാണ്. God wants us to be holy as the one who called us is holy. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. Be holy as I am holy. ആ ഒരു വിശുദ്ധ ദൈവത്തെയാണ് നമ്മൾ വിളിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ദൈവമാണ് നമ്മൾ, ആ വിശുദ്ധ ദൈവമാണ് ദൈവത്തെ വിളിക്കുകയും ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ, ആ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം വിശുദ്ധിയിൽ മുന്നേറുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ശുദ്ധിയുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ശുദ്ധിയും അശുദ്ധിയും ഒരിക്കലും ഒരുമിച്ച് പോകത്തില്ല. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന 3-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, ആകയാൽ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. വേദപുസ്തകത്തിലുടനീളം ഇത് വായിക്കാൻ തുടങ്ങിയാൽ എല്ലാം എങ്ങനെ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കണമെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. എന്നിട്ട് ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും ചെയ്യരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. ദൈവം നമ്മെ വിളിച്ചത് വിശുദ്ധിക്ക് വേണ്ടിയാണ്. ഇതെവിടെങ്കിലും എഴുതി വെക്കണം. God has called me so that I may become holy and he has called me for a holy living. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയാണ് എന്നെ വിളിച്ചത് എന്ന് പറയണം. അതിനെ നമ്മൾ തുച്ഛീകരിക്കരുത്. 8-ാമത്തെ വാക്യത്തിൽ, ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. He that rejecteth or set aside, മാറ്റിവെക്കുന്നവൻ എന്നൊരർത്ഥം കൂടെ അവിടെ വരുന്നുണ്ട്. ഈ കാര്യം എന്ത്? ദൈവം എന്നെ വിളിച്ചത് വിശുദ്ധീകരണത്തിന് വേണ്ടിയാണെന്ന സത്യത്തെ മാറ്റിവെക്കുന്നവൻ, അഥവാ അതിനെ കാര്യമായി ഗണിക്കാത്തവൻ, അതാണ് തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും പ്രസംഗിക്കേണ്ട കാര്യം വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. സഭയിൽ വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള കോളിങ് നമുക്കുണ്ടാകണം. നമ്മുടെ സഭയിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ ജീവിക്കാൻ അവരെ നമ്മൾ ശക്തീകരിക്കണം. അതിനെ തുച്ഛീകരിക്കുന്നു. ഇന്നത്തെ പ്രശ്നം വിശുദ്ധ ജീവിതത്തെ മാറ്റിവെക്കുന്നു. നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, നമ്മളതിനെ തുച്ഛീകരിക്കുന്നു. നമ്മുടെ സംസാരങ്ങളിൽ ദൈവത്തിൻ്റെ ഹോളിനെസ്സിനെ കുറിച്ചും ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഹോളി ലിവിങ്ങിനെ കുറിച്ചും നമ്മൾ പഠിപ്പിക്കുന്നില്ല, നമ്മളത് സംസാരിക്കുന്നില്ല, നമ്മളതിനെ തുച്ഛീകരിക്കുന്നു. അങ്ങനെ തുച്ഛീകരിക്കുന്നവൻ, ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. കാരണം ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയത് എന്തിനു വേണ്ടിയാണ്? ഒരു വിശുദ്ധ ജീവിതത്തിനു വേണ്ടിയാണ്, ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയ ദൈവത്തെയാണ് നമ്മൾ തുച്ഛീകരിക്കുന്നത്. ഹോളി ലിവിങ്ങിന് പ്രാധാന്യം കൊടുക്കാതെ എല്ലാവരും അങ്ങ് പൊക്കോളും എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിക്കുകയാണ്. ഓ, അങ്ങനൊന്നും ജീവിക്കാനൊന്നും ആരെ കൊണ്ടും പറ്റത്തില്ല ബ്രദറെ എന്ന് പറയുന്നവർ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയ ദൈവത്തെയാണ് തുച്ഛീകരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ, എപ്പോഴും അത് പഠിപ്പിക്കുന്ന ആളുകളായിരിക്കണം നമ്മൾ. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ചില കാര്യങ്ങളൂടെ ഞാൻ പറയാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിച്ചു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്
നിങ്ങൾക്ക് തരും. എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്. എന്തിന്? അവിടെ മോളി പറഞ്ഞ വാക്യത്തിന്റെ ബാക്കിയായിട്ടാണ് പറയുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തു പ്രമാണിക്കും. അപ്പോൾ കൽപ്പന കാക്കുവാൻ എനിക്ക് ശക്തിയില്ല എന്ന സാഹചര്യത്തിൽ കർത്താവ് പറയാണ്, അതിനാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അത് തുച്ഛീകരിക്കുന്നവൻ പരിശുദ്ധാത്മാവിനെ തരുന്ന ദൈവത്തെയാണ് തുച്ഛീകരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് വന്ന് അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. He shall be with you. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്. കൂടെ നടക്കുക മാത്രമല്ല, അവൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മൾ അറിയണം. അങ്ങനെ അറിഞ്ഞാൽ നാച്ചുറലി പിന്നെ നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ലല്ലോ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളതേ ഞാൻ ചെയ്യത്തുള്ളൂ. ഞാൻ ജേർണലിസത്തിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ അന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളിലെയും മനോരമ, മാതൃഭൂമി, ഇന്ത്യൻ എക്സ്പ്രസ്, ഈ പത്രങ്ങളിലെ എഡിറ്റേഴ്സ് പലരും എന്നെ പഠിപ്പിച്ചതല്ല, എൻ്റെ പ്രൊഫസേഴ്സായിരുന്നു അവരൊക്കെ. എല്ലാവരോടും എനിക്ക് ജേർണലിസം ക്ലാസ്സൊക്കെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. അപ്പം അതിനകത്ത് മനോരമയിലെ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാറ് ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത ആളുകളാണ് എന്നെ പഠിപ്പിച്ച. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ എറണാകുളത്ത് നിന്ന് കോട്ടയത്തോട്ട്, എറണാകുളത്താണ് ഞാൻ പഠിച്ചത്, എറണാകുളത്ത് നിന്ന് കോട്ടയത്തോട്ട് ട്രെയിനിൽ വരിക, ഞങ്ങൾ രണ്ടും കൂടെ. അപ്പോൾ കോട്ടയം അടുക്കാറായപ്പോൾ എന്നോട് പറഞ്ഞു, ഇടോ സാജു, നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ഞാൻ പറഞ്ഞു, വേണം സാർ. തനിക്ക് ഇവിടുത്തെ നല്ല ഹോട്ടലൊക്കെ അറിയാമോ? നമ്മളെ അറിയാം സാർ. എന്നാൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ പട്ടരാണിട്ട എന്ന് പറഞ്ഞ അവരുടെ ഭാഷയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പട്ടരാണെന്ന് അല്ലെങ്കിൽ ഞാൻ ബ്രാഹ്മണനാണെന്നുള്ളത് നീ ഓർത്തോണം. എന്നെയും വിളിച്ചുകൊണ്ട് പൊറോട്ടയും മട്ടൻ കറിയും കഴിക്കാനൊന്നും കൊണ്ടുപോയേക്കല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പറയാം, അറിയാം സാർ, ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല. കാര്യം ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാർ എൻ്റെ കൂടെ നടക്കുന്നിടത്തോളം കാലം എൻ്റെ ഇഷ്ടത്തിനൊന്നും വലിയ പ്രാധാന്യമൊന്നും ഇല്ല. കൃഷ്ണൻകുട്ടി സാറിൻ്റെ ഇഷ്ടം എന്താണോ അതായിരിക്കും ഞാൻ ചെയ്യുന്നത്. കാര്യം എനിക്ക് കൃഷ്ണൻകുട്ടി സാർ അതുപോലെ പ്രിയനാണ്. ഇതുപോലെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രിയനാണെങ്കിൽ, എൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള കാര്യം മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി നല്ല അടിച്ച് പൊളിച്ച് മസാല ദോശയും ഉഴുന്നോളയും എല്ലാം കൂടെ തിന്ന് ഞങ്ങൾ ഒരുമിച്ച് പോയി. എനിക്ക് സന്തോഷമായിരുന്നു, എനിക്കിഷ്ടമാണ്. പിന്നെ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാനൊരു മട്ടൺ കൊതിയനാണെങ്കിൽ ചിലപ്പം മസാല ദോശ തിന്നുമ്പോഴും മട്ടണും പൊറോട്ടയും എൻ്റെ മനസ്സിലെങ്കിലും വരുമായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ പോലും വന്നില്ല. മനസ്സിൽ വന്നാൽ അത് സാറിന് അറിയത്തില്ലല്ലോ. കാര്യം സാറ് മനസ്സിനകത്ത് കയറി ഇരിപ്പില്ലല്ലോ, സാറ് പുറത്തല്ല ഉള്ളൂ. അപ്പോൾ കാണുന്നതല്ല സാറിന് അറിയത്തുള്ളൂ. എൻ്റെ പ്രവൃത്തി മാത്രമേ കൂടെ നടക്കുന്ന സാറ് കാണുന്നുള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത കർത്താവ് പറയാണ്, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കുന്നതിന് ഞാൻ അയക്കുന്നു തന്നെയല്ല, അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും he will live inside you. അപ്പൊ ആത്മാവന്റെ കൂടെ നടക്കുന്നത് കൊണ്ട് അവൻ എൻ്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നു. ആത്മാവിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ ചിന്തകളെ പോലും അവൻ നിയന്ത്രിക്കുന്നു. അങ്ങനെ പ്രവൃത്തിയിലോ ചിന്തയിലോ അശുദ്ധമായതൊന്നും കടക്കാൻ കഴിയാത്തവണ്ണം എന്നെ ഗാർഡ് ചെയ്യുന്നതാണ് എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. അതിനാണ് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കുക മാത്രം, അവൻ എൻ്റെ ഉള്ളിലിരുന്ന. അതായത് നമുക്ക് എപ്പോഴും പരിശുദ്ധാത്മാവ് മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 14-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ ദൈവിക തൃത്വം തന്നെ നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവും പുത്രനും കൂടി വരുമെന്ന്. ഓൾറെഡി പരിശുദ്ധാത്മാവുണ്ട്, ഇപ്പം എന്തുണ്ട്? പിതാവും ഉണ്ട്, പുത്രനും ഉണ്ട്. ദൈവിക തൃത്വം എൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നതായ ഒരു അവസ്ഥ. ആ ദൈവതൃത്വം എന്നിൽ വസിക്കണമെങ്കിൽ ഞാൻ എങ്ങനെയുള്ളവനായിരിക്കണം? വിശുദ്ധനായിരിക്കണം. എന്നിൽ അശുദ്ധി വസിക്കുകയാണെങ്കിൽ ഈ ദൈവിക തൃത്വത്തിന് കയറിയിരിക്കാൻ കഴിയില്ല. ദൈവം ഒരിക്കലും അശുദ്ധിയിൽ വസിക്കുന്നവനല്ല.
എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അശുദ്ധിയോട് വേർപെട്ടവനായിരിക്കണം നമ്മൾ. അശുദ്ധിയോട് വേർപെട്ടവൻ വലിയൊരു പ്രോബ്ലമാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രിവിലേജസിനെ കുറിച്ച് മാത്രം പറയുന്ന സഭ, റെസ്പോൺസിബിലിറ്റീസ് പറയുന്നില്ല. അതുപോലെ ഒരു വലിയ പ്രശ്നം, പഴയ കാലത്തെല്ലാം നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്ത് പഠിപ്പിച്ച ഒരു ഡോക്ട്രിനുണ്ട്, ദ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ, വേർപാടിൻ്റെ ഉപദേശം. പക്ഷേ ഇന്ന് അതൊന്നും കേൾക്കാനില്ല. 16 വർഷം മുമ്പ് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മൊസാംബിക് എന്ന രാജ്യത്തിൻ്റെ നാഷണൽ പാസ്റ്റേഴ്സ് കോൺഫറൻസിന് അവരെന്നെ ഗസ്റ്റ് സ്പീക്കറായിട്ട് വിളിച്ചു. അപ്പോൾ അവിടുത്തെ ഈ അനാത്മിക അശുദ്ധ ജീവിതം ജീവിക്കുന്നവനും, ഞാൻ അവിടുത്തെ യൂത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് പോയി കഴിഞ്ഞ് ഞാൻ ഡാനിയലിൻ്റെ പുസ്തകം വെച്ച് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സൂപ്രണ്ടിൻ്റെ ഭാര്യ എഴുന്നേറ്റ് നിന്നിട്ട്, അവർ നല്ലൊരു സ്ത്രീയാണ്, അവർ എഴുന്നേറ്റ് നിന്നിട്ട് യൂത്ത് ലീഡേഴ്സാണ്, ചോദിച്ചു, ഈ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടല്ലോ, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതാണ് വിശുദ്ധ ജീവിതം, ഈ ഇരിക്കുന്നവരിൽ എത്ര പേര് വിവാഹിതരാണ്? അവർ എഴുന്നേറ്റ് നിന്നാട്ടെ. അപ്പം 35 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരാ, യൂത്തിൻ്റെ മീറ്റിംഗ് ആണല്ല, സിയുടെ മീറ്റിംഗാണ്. അപ്പം 10 കപ്പിൾസ് എഴുന്നേറ്റ് നിന്നു, വിവാഹം കഴിച്ചവർ. എന്നിട്ട് ഇവർ അടുത്തത് പറയുന്നതെന്നറിയാം, ഇതിൽ ഒഫീഷ്യലി വിവാഹം കഴിച്ചവർ മാത്രം എഴുന്നേറ്റ് നിൽക്കുക, ബാക്കിയുള്ളവർ ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ചിന്തിച്ചു, ഇതെന്തോടെ ഒഫീഷ്യലി കല്യാണം കഴിച്ചവര് 8 പേര് ഇരുന്നു. 8 പേര്, അതായത് 10-ൽ 8 പേര് ലിവിങ് ടുഗദറാ, സിയയുടെ ലീഡേഴ്സാ. അവിടെയാ ഞാൻ വേർപാടിൻ്റെ, അതായത് ആ ചർച്ചിലത് ഞാൻ പറഞ്ഞു, ഞാൻ വളരെ കൃത്യമായിട്ട് അവിടെ പഠിപ്പിച്ചു, അല്ല ചർച്ചിലല്ല, യൂത്ത് മീറ്റിങ്ങിന്. പക്ഷെ അത് കൂടാതെ നാഷണൽ കോൺഫറൻസിന് ഞാൻ പറഞ്ഞു, ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ടെൽ യു, ദ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ. ഇന്ന് വളരെ പഠിപ്പിക്കേണ്ടതായ ഒരു കാര്യമാണ് ദ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ, വേർപാടിൻ്റെ ഉപദേശം. എന്തോ ചെയ്താലും അങ്ങ് പൊക്കോളുമെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാലയളവിൽ അല്ല. ഒരു വേർപെട്ട ജീവിതം നമുക്ക് അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. 2 കൊരിന്ത്യരുടെ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ മൊത്തം ഞാൻ ഒന്ന് ഓടിച്ചു വായിക്കുകയാണ്. നിങ്ങൾ അവിശ്വാസികളോടെ ഇണയില്ലാ പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിനുള്ള എന്ത് കൂട്ടായ്മ. ഒരു കൂട്ടായ്മയിൽ നമുക്കറിയാവുന്ന വാക്യമാണ്. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. അവിശ്വാസികളോടെ ഇണയില്ലാ പിണ കൂടരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നവരാ. അതും ഇതുമൊക്കെ നോക്കി പിള്ളേരെ അവിടെ ഇവിടെയും കെട്ടിച്ചു വിടരുത്. ആത്മീകരായ പിള്ളേരെ, പെന്തിക്കോസുകാരെ കൊണ്ട് പെന്തിക്കോസിൽ നിന്ന് കെട്ടിക്കണം, അത് വേറെ കാര്യം. അത് മാത്രം പോരാ, ഇന്നത്തെ കാലത്ത് അത് മാത്രം നോക്കിയാൽ പോരാ. ആത്മീകരായ വിശ്വാസികൾക്ക് അവിശ്വാസികളുമായി എന്ത് കൂട്ടായ്മ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആത്മീകരായ ആത്മീകരായ കുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കാൻ നമ്മൾ ഓർപ്പിക്കണം. വേർപാട് സൂക്ഷിക്കണം. അവിടെ മാത്രമല്ല വേർപാട്, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും വേർപാട് സൂക്ഷിക്കണം എന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേവാലയത്തിന് വിഗ്രഹങ്ങൾ എന്ത് യോജിത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് അരുളി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊഴരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. അതുകൊണ്ട് അശുദ്ധമായതൊന്നും തൊഴരുത്. അവിശ്വാസികളോട് സംസാരിക്കരുതെന്നൊന്നുമല്ല, അവിശ്വാസികളുടെ അശുദ്ധിയോട് കൂട്ടുകൂടരുത്. നമ്മൾ അവിശ്വാസികളായ ആളുകളോട് ഞാൻ മിണ്ടത്തില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കടയിൽ സാധനം വാങ്ങിക്കാൻ പോലും നമുക്ക് പോകാൻ പറ്റത്തില്ല. അതല്ല ഇവിടെ പറയുന്നത്. അവരുടെ അശുദ്ധിയോട് നിങ്ങൾ കൂട്ടുകൂടരുത്. കൂട്ടായ്മ പാടില്ല. അൺഈക്വലി യോക്ഡ് ആകരുത്. ഇണയില്ലാ പിണ കൂടരുത്. അല്ലാതെയാണെങ്കിലും അവരുടെ അശുദ്ധിയോട് നിങ്ങൾ കൂടരുത്. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. വേർപാട് സൂക്ഷിക്കണം. അങ്ങനെ വേർപാട് സൂക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി ജീവിക്കണമെങ്കിൽ എന്തു വേണം? വേർപാട് അത്യാവശ്യമാണ്. വേർപാട് അത്യാവശ്യമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ എപ്പോഴും വചനം കേൾക്കുന്നവരാണ്.
അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ഒത്തിരി പ്രാവശ്യം കേൾക്കുകയും ഇനിയാണെങ്കിലും കേൾക്കും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ മറക്കരുതാത്ത കാര്യമാണ്, നമ്മൾ വേർപാട് സൂക്ഷിക്കുന്നവരായിരിക്കണം. നമ്മൾ അടിസ്ഥാനപരമായി പറഞ്ഞത്, നമ്മളെ വിളിച്ച ദൈവം വിശുദ്ധനായ ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അശുദ്ധിയെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കും. അവർ ഗാഡ് ഈസ് എ ഹോളി ഗാഡ്, അവർ കോളിംഗ് ഈസ് എ ഹോളി കോളിംഗ്. ഒരു വിശുദ്ധ വിളിയാണ് നമുക്കുള്ളത്. നമ്മളെ വിശുദ്ധ മക്കളാക്കുവാനാണ് അവൻ വിളിച്ചത്. വി ആർ ഹോളി പീപ്പിൾ, ഹോളി ചിൽഡ്രൻ. നമ്മളെ വിശുദ്ധരാകുവാനാണ് വിളിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് റിസോഴ്സസ് തന്നിട്ടുണ്ട്. എന്താണ് റിസോഴ്സസ്? സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. എന്നിൻ്റെ വചനം സത്യമാകുന്നു. വി ഹാവ് ഹോളി സ്ക്രിപ്ചർ. എന്ന് തന്നെയല്ല, വി ഹാവ് ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും പിതാവും പുത്രനും നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുന്ന അവസ്ഥ. അപ്പോഴാണ് നമുക്കൊരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ കഴിയുന്നത്. അങ്ങനെ വിശുദ്ധ ജീവിതം ജീവിക്കണമെങ്കിൽ എപ്പോഴും ഈ ദൈവ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയണം. വിസിറ്റിംഗ് ആകരുത്. ഇന്ന് ഒത്തിരി സൺഡേ ക്രിസ്ത്യൻസ് കൂടി വരുന്നതാണ്. സൺഡേസ് വരും, ദൈവത്തെ ഇവിടെ വന്ന് കാണും. കർത്താവ് പറയുന്നു, ഇല്ല ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ, അങ്ങോട്ട് വരണ്ട കർത്താവേ, ഞാൻ ഞായറാഴ്ച വന്ന് ഇങ്ങോട്ട് വന്ന് കണ്ടോളാം എന്ന് പറയും. അമ്പലത്തിലൊക്കെ പോകുന്നവരങ്ങനെ, അല്ലെങ്കിൽ പള്ളികളിൽ പോകുന്നവര് സൺഡേ ക്രിസ്ത്യൻസ് ഉണ്ട്. സൺഡേ ക്രിസ്ത്യൻസ്. നമ്മൾ സൺഡേ ക്രിസ്ത്യൻസ് അല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യും. 24/7 പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്. അതിൽ പരിശുദ്ധാത്മാവും നമ്മളെ ആത്മീയ ജീവിതത്തിന് വേണ്ടി, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ശക്തീകരിക്കുവാൻ നൽകിയിരിക്കുന്നതാണ്. ആ ദൈവത്തെ ഓരോ നിമിഷവും അനുഭവിച്ചറിഞ്ഞ് ജീവിച്ചാൽ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ നമുക്ക് കഴിയും. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.